ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പൗഡർ മെറ്റലർജി പ്രോസസ്സിനെ പറ്റിയാണ് പഠിച്ചത്. അതായത് മെറ്റൽ പൗഡേഴ്സ് ഉപയോഗിച്ച് എങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാം, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചത്. അപ്പോൾ അത് പൗഡർ മെറ്റലർജി പ്രോസസ്സ് എന്നത് ഒരു 10 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു, അടുത്ത വീഡിയോയിൽ ഡൈ കോമ്പാക്റ്റിംഗ് മെത്തേഡ്സിനെ പറ്റിയാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ആ മെത്തേഡ് ഡൈ കോമ്പാക്റ്റിംഗ് മെത്തേഡ്സ് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ഒരു ടോപ്പിക്ക് പഠിച്ചിരിക്കണം, ഈ മെറ്റൽ പൗഡേഴ്സ് എങ്ങനെയൊക്കെയാണ് മാനുഫാക്ചർ ചെയ്യുന്നതെന്ന്. അതായത് പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽ പൗഡേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽ പൗഡേഴ്സ് എന്നത് ഒരു എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഈ മെൻഷൻ ചെയ്തിരിക്കുന്ന 5-6 മെത്തേഡ്സൊക്കെയാണ് സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റൽ പൗഡേഴ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഈ പൗഡർ മെറ്റലർജി ടോപ്പിക്കിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, റോ മെറ്റീരിയലിനെ വർക്ക് പീസിനെ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിനെ ചെറിയ പീസാക്കിയിട്ട് അതിനെ ക്രഷ് ചെയ്താണ് പൗഡർ ഫോമിലാക്കുന്നത് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ പൗഡർ ഫോമിലാക്കുന്ന മെത്തേഡ് ഈ മെൻഷൻ ചെയ്തിരിക്കുന്ന മെത്തേഡുകളിൽ ഒരു മെത്തേഡ് മാത്രമാണ്. ഇങ്ങനെ ക്രഷ് ചെയ്ത് ഹെവി ഡ്യൂട്ടി ക്രഷേഴ്സ് ഉപയോഗിച്ച് അതിനെ ക്രഷ് ചെയ്ത് പൗഡർ ഫോമിലാക്കുന്ന മെത്തേഡ് ഈ മെൻഷൻ ചെയ്തിരിക്കുന്ന 5-6 മെത്തേഡ്സിൽ ഒരെണ്ണം മാത്രമാണ്. അതല്ലാതെ വേറെ ഒരുപാട് കുറച്ചും കൂടെ പ്യുവറായിട്ട് മെറ്റൽ പൗഡർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെത്തേഡ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ ആ മെത്തേഡ്സിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽ പൗഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 6 ടൈപ്പ് ഓഫ് മെത്തേഡ്സാണ് ബേസിക്കലി പഠിക്കാനുള്ളത്. എക്സാമിന് 10 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. 6 എണ്ണവും എഴുതണമെന്നില്ല, ഏതെങ്കിലും 5 എണ്ണം എഴുതിയാലും മതി. ഈ 2, 3, 4 എണ്ണത്തിന് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ റിഡക്ഷനും കാർബണൈസേഷനും ഒന്നും ഫിഗേഴ്സ് ഇല്ല, ബാക്കി 4 എണ്ണത്തിനും ഫിഗേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഫിഗേഴ്സൊക്കെ വരച്ച് വേണം നിങ്ങൾ പ്രോസസ്സ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. അപ്പം മെറ്റൽ പൗഡേഴ്സ് എങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുന്നത്. ഈ മെറ്റൽ പൗഡേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് സത്യം പറഞ്ഞാൽ ചെറിയ ചെറിയ ഗ്രാനുവൽസ് ആയിട്ട്, അതായത് ചെറിയ സ്പെരിക്കൽ ഷേപ്പിലുള്ള ചെറിയ ചെറിയ ബോൾസ് ആയിട്ടും ഈ മെറ്റൽ പൗഡേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അല്ലാതെ നമ്മുടെ ടാൽക്കം പൗഡർ അത്രത്തോളം ഫൈനായിട്ടുള്ള പൗഡറൊന്നും ആയിരിക്കത്തില്ല ഈ മെറ്റൽ പൗഡറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ചെറിയ ചെറിയ ബോൾസ് ഷേപ്പിലുള്ള, അതായത് ചെറിയ ചെറിയ ഗ്രാനുവൽസ് ഷേപ്പിലുള്ള ആ ഒരു റോ മെറ്റീരിയൽ ഫോമിലും ഈ മെറ്റൽ പൗഡേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അത് ഉപയോഗിച്ച് കമ്പൗണ്ട്സ് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അല്ലാതെ നമ്മൾ ടാൽക്കം പൗഡർ പോലെ അത്രത്തോളം ഫൈനായിട്ടുള്ള ചെറിയ പാർട്ടിക്കിൾസ് ഉള്ള പൗഡർ ഫോമിലാക്കത്തില്ല സാധാരണ ഈ മെറ്റൽസ്. അപ്പം നമ്മൾ ഈ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന അറ്റോമൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. അങ്ങനെ ആ ഒരു മെത്തേഡാണ് നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ അറ്റോമൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഏത് മെറ്റീരിയലിൻ്റെ പൗഡറാണോ ഫോം ചെയ്യേണ്ടത് ആ മെറ്റീരിയലിനെ, അതിൻ്റെ റോ മെറ്റീരിയലിനെ ആദ്യം നമ്മൾ മെൽറ്റ് ചെയ്യും. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും, ഒരു മെൽറ്റിംഗ് പോയിൻറ്റ് കുറഞ്ഞ മെറ്റീരിയൽസ് ഉപയോഗിച്ച് അതിൽ നിന്ന് പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നതെന്ന് പറയാം. ഹൈ മെൽറ്റിംഗ് പോയിൻ്റുള്ള മെറ്റീരിയലാണെങ്കിൽ അതിനെ നമുക്ക് മെൽറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ ലോ മെൽറ്റിംഗ് പോയിൻ്റുള്ള മെറ്റീരിയൽസിനെ ആണെങ്കിൽ നമ്മൾ അതിനകത്ത് മെൽറ്റ് ചെയ്യുന്നു. ഇതിൽ കാണിച്ചിരിക്കും പോലെ മെൽറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ വെസലിലോട്ട് നിറയ്ക്കുന്നു. ഈ വെസലിനെ ടുണ്ടിഷ് എന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഈ മോൾട്ടൺ മെറ്റീരിയലിനെ ഇങ്ങനെ വയ്ക്കാവുന്ന ഒരു വെസൽ. അപ്പോൾ അതിൻ്റെ ബോട്ടം പോർഷനിൽ ഒരു ഓറിഫേസ് വെച്ചിട്ടുണ്ട്. ഓറിഫേസ് അല്ലെങ്കിൽ നോസിൽ എന്നൊക്കെ പറയാം. അതായത് ചെറിയ ഒരു ഓപ്പണിംഗ് ആണ്. അപ്പോൾ അത് ഓർഫേസ് പോലെ ഒരു ചെറിയ നാരോ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് ഇവിടെ ഉള്ളത്. ആ ഓപ്പണിംഗ് വഴി ഈ മോൾട്ടൺ മെറ്റൽ താഴോട്ട് ഇങ്ങനെ ചെറിയൊരു സ്ട്രീം പോലെ താഴോട്ട് ഇങ്ങോട്ട് വീണുകൊണ്ടിരിക്കും. അപ്പോൾ ആ സ്ട്രീം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക തന്നെ പമ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ കംപ്രസർ ഉപയോഗിച്ചോ വളരെ ഹൈ വെലോസിറ്റിയിൽ വാട്ടർ അല്ലെങ്കിൽ കംപ്രസ്ഡ് എയർ ഈ മോൾട്ടൺ മെറ്റലിലോട്ട് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് വളരെ ഹൈ വെലോസിറ്റിയിലായിരിക്കും ഈ ഓർഫേസിലൂടെ താഴോട്ട് വീഴുന്ന ആ സ്ട്രീം ഓഫ് മോൾട്ടൺ മെറ്റലിലോട്ട് ഈ വാട്ടർ ജെറ്റ് വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന. ഒന്നുകിൽ വാട്ടർ ജെറ്റ് ആയിരിക്കും ഇതിലൂടെ പമ്പ് ഉപയോഗിച്ച് വളരെ ഹൈ പ്രഷറിൽ ഹൈ വെലോസിറ്റിയിൽ വാട്ടർ ജെറ്റ് ആയിരിക്കും ഈ സ്ട്രീമിലോട്ട് കൊണ്ട് സ്ട്രൈക്ക് ചെയ്യുന്നത്. അതല്ലെങ്കിൽ സ്റ്റീമോ അല്ലെങ്കിൽ കംപ്രസ്ഡ് എയറോ നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. കംപ്രസ്ഡ് എയർ ആണെങ്കിൽ ഇത് കംപ്രസർ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ച് വളരെ ഹൈ പ്രഷറിൽ കംപ്രസ്ഡ് എയറോ ആയിരിക്കും നമ്മൾ ഈ സ്ട്രീമിലേക്ക് കൊണ്ട് സ്ട്രൈക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ മോൾട്ടൺ മെറ്റൽ ഇങ്ങനെ താഴോട്ട് വീണുകൊണ്ടിരിക്കുമ്പോൾ വാട്ടർ ജെറ്റും അല്ലെങ്കിൽ കംപ്രസ്ഡ് എയറോ വന്ന് ഇതിലേക്ക് ഒന്ന് സ്ട്രൈക്ക് ചെയ്യുകയും അതിനെ ബ്രേക്ക് ചെയ്ത് ഈ സ്ട്രീമിനെ ബ്രേക്ക് ചെയ്ത് ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് ഇങ്ങനെ തെറിപ്പിച്ച് ഇങ്ങനെ താഴോട്ട് വിട്ടുകൊണ്ടിരിക്കും. അങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് ഈ വാട്ടർ ജെറ്റ് വന്ന് ഈ മോൾട്ടൺ മെറ്റലിൽ സ്ട്രൈക്ക് ചെയ്ത് പല ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആയിട്ട് ചെതറി ഇങ്ങനെ താഴത്തെ പോർഷനിലോട്ട് വീഴുകയും അത് ചെറിയ ചെറിയ ഗ്രാനുവൽസ് ആയിട്ട് ഇവിടെ ഫോം ചെയ്യുകയും ചെയ്യും. അങ്ങനെ ചെറിയ ചെറിയ ഗ്രാനുവൽസ് ആയിട്ട്, അതായത് സ്പെറിക്കൽ ഷേപ്പിലുള്ള ചെറിയ ഗ്രാനുവൽസ് ആയിട്ട് ഫോം ചെയ്യുന്ന അതാണ് നമ്മുടെ ഈ പൗഡർ എന്ന രൂപത്തിൽ നമ്മൾ പുറത്തെടുക്കുന്നത്. അപ്പോൾ ഇത് നേരിട്ട് ഇവിടെ മിക്കവാറും വാട്ടർ കണ്ടൻറ്റ് കാണും. അപ്പോൾ അതിലോട്ടായിരിക്കും ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് ഇങ്ങനെ തെറിച്ചു പോകുന്ന പാർട്ടിക്കിൾസ്, ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിൾസ് കണക്ക് ഈ തെറിച്ച് ഈ വാട്ടറിലോട്ട് വീഴുകയും അത് ഒരു ഗ്രാനുവൽ രൂപത്തിൽ ഇവിടെ വന്ന് അടിക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് നമ്മൾ പൗഡർ ഫോമിൽ പുറത്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ
പൗഡർ ഉണ്ടാക്കിയെടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് അറ്റോമൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, റോ മെറ്റീരിയലിനെ മെൽറ്റ് ചെയ്യുന്നുണ്ട്. മെൽറ്റ് ചെയ്താണ് ഇതിനെ പൗഡർ ഫോമിലോട്ട് പിന്നെ ആക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ മെൽറ്റിംഗ് പോയിൻറ്റ് കുറഞ്ഞ മെറ്റീരിയലിൻ്റെ പൗഡർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് സാധാരണ കുറച്ച് പ്യുവറായിട്ടുള്ള ഫോമിലുള്ള ഇത് തന്നെ നമുക്ക് കിട്ടാറുണ്ട്. കുറച്ച് പ്യുവർ ഫോമിലുള്ള പൗഡർ തന്നെ നമുക്ക് ഇതിൽ കിട്ടാറുണ്ട്. ഗ്രാനുവൽസ് രൂപത്തിലുള്ള പൗഡർ ആ രൂപത്തിലായിരിക്കും. അതായത് കമ്പാരിറ്റീവ്ലി ഗ്രെയിൻ സൈസ് എന്ന് പറഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ബിഗ് തന്നെയായിരിക്കും. ബിഗർ സൈസിലുള്ള ഗ്രാനുവൽസ് ആയിട്ടായിരിക്കും പൗഡർ സംഭവം നമുക്ക് കിട്ടുന്നത്. ഇത് അറ്റോമൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. രണ്ടാമത്തതാണ് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ക്രഷിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്. ഇതിനെ സാധാരണ ക്രഷിംഗ് എന്നോ അല്ലെങ്കിൽ മെഷീൻ എന്നോ അല്ലെങ്കിൽ കമ്മ്യൂണേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്, ഈ ഒരു പേരിലാണ് നമ്മുടെ സിലബസ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ക്രഷിംഗ് പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ മെഷീനിങ് എന്ന് പറയുന്ന പ്രോസസ്സിന് തന്നെയാണ് കമ്മ്യൂണേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ക്രഷിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ചെറിയ ചെറിയ പീസായിട്ടായിരിക്കും ആ റോ മെറ്റീരിയൽ 2 ക്രഷർ വീൽസിൻ്റെ ഇടയിലേക്ക് വിട്ടുകൊടുക്കുന്നത്. അപ്പോൾ ഈ ക്രഷിംഗ് വീൽസ് എന്ന് പറഞ്ഞാൽ വളരെ ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ഈ ക്രഷർ വീൽസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലേക്ക് ഈ വർക്ക് പീസ് അല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഇതിൻ്റെ അകത്തുകൂടി ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിലൂടെ കടത്തിവിടും. ഈ ക്രഷിംഗ് വീൽസ് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. വളരെ ഹൈ ഫോഴ്സ് കൊടുത്തായിരിക്കും ഈ ക്രഷിംഗ് വീൽസ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം ബ്രിട്ടിലായിട്ടുള്ള മെറ്റീരിയലാണ് സാധാരണ ഇങ്ങനെ ഉപയോഗിച്ച് പൗഡർ ഫോമിലോട്ട് ആകുന്നത്. അപ്പോൾ അതുകൊണ്ട് ബ്രിട്ടിലായിട്ടുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് അത് പെട്ടെന്ന് ഈസി ആയിട്ട് ക്രഷായി പൗഡർ രൂപത്തിൽ താഴെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് ക്രഷിംഗ് എന്ന് പറയുന്ന മെത്തേഡിലൂടെ അല്ലെങ്കിൽ കമ്മ്യൂണേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ പൗഡർ ഫോമിൽ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് കോസ്റ്റ് കുറവ്, ബാക്കിയുള്ള പ്രോസസ്സുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പം കുറച്ച് കോസ്റ്റ് കുറവുള്ള പ്രോസസ്സാണ് പറയാം. മാത്രമല്ല ഈസി ആയിട്ട് ക്രഷ് ചെയ്ത് നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി മെറ്റൽ പൗഡർ ഉണ്ടാക്കിയെടുക്കാനൊക്കെ സാധിക്കും. ഈ ആറ്റോമൈസേഷൻ എന്ന പ്രോസസ്സ് കൊണ്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രോസസ്സ് കൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ എമൗണ്ട് പൗഡർ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഈ ക്രഷിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്തെന്ന് പറഞ്ഞാൽ ബ്രിട്ടിലായിട്ടുള്ള മെറ്റീരിയൽ ഇത് ഉപയോഗിച്ച് ക്രഷ് ചെയ്തെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഡക്റ്റൈലായിട്ടുള്ള മെറ്റീരിയലോ അല്ലെങ്കിൽ മേലബിലിറ്റി ഒക്കെ ഉള്ള മെറ്റീരിയലോ ആണെങ്കിൽ ഇങ്ങനെ ക്രഷർ വീൽസിൻ്റെ ഇടയിലൂടെ കടത്തി വിട്ടാൽ അത് ചതഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ തിക്നെസ് റെഡ്യൂസ് ആവും, അതിൻ്റെ ഷേപ്പ് മാറിപ്പോവും എന്നൊക്കെയുള്ളൂ. അല്ലാതെ ഇങ്ങനെ ക്രഷ് ചെയ്ത് പൗഡർ ഫോമിലാവത്തില്ല. വളരെ ബ്രിട്ടിലായിട്ടുള്ള മെറ്റീരിയൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ക്രഷ് ചെയ്ത് പൗഡർ ഫോമിലാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. മാത്രമല്ല പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് കുറവാണ്. വളരെ ഹൈ പ്യൂരിറ്റി ഒന്നും ഇതിന് കാണത്തില്ല. കാരണം ഈ റോ മെറ്റീരിയൽസിൽ തന്നെ ഈ ചെറിയ ചെറിയ പീസ് തന്നെ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റിയോ ഡസ്റ്റ് പാർട്ടിക്കിൾസോ ക്ലേയോ അങ്ങനെ എന്തെങ്കിലും പാർട്ടിക്കിൾസൊക്കെ പറ്റിയിരിക്കുന്നുവെങ്കിൽ അതും കൂടെ ക്രഷ് ചെയ്ത് ഈ പൗഡറിൽ മിക്സ് ചെയ്തിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ച് കുറവാണ്. ഇതിൻ്റെ അകത്ത് ഡേർട്ടും കാര്യങ്ങളെല്ലാം ഈ പൗഡറിൽ ഉണ്ടായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതാണ് ക്രഷിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ്. അപ്പോൾ ഇത് സാധാരണ ഉപയോഗിക്കുന്ന ബ്രിട്ടിലായിട്ടുള്ള മെറ്റീരിയലിൻ്റെ പൗഡർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ക്രഷിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉപയോഗിക്കുന്നത്. ഇതിനെ തന്നെ മെഷീനിങ് എന്നും കമ്മ്യൂണേഷൻ എന്നും ഈ പ്രോസസ്സിനെ പറയാറുണ്ട്. അടുത്തതാണ് ഷോർട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഇതും ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. ഈ മെറ്റീരിയലും മെറ്റലിനെ മെൽറ്റ് ചെയ്ത് മോൾട്ടൺ മെറ്റലാക്കിയിട്ടാണ് പൗഡർ ഫോമിലോട്ട് ആക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോ മെൽറ്റിംഗ് പോയിൻ്റുള്ള മെറ്റീരിയലിൽ നിന്നും പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മെറ്റലിനെ മെൽറ്റ് ചെയ്ത് മോൾട്ടൺ മെറ്റലാക്കുന്നു. അത് ഈ ഒരു വെസലിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. ഈ വെസലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോട്ടം സൈഡിൽ കുറേ ഹോൾസ് ഉണ്ട്, ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഹോൾസ് ഉണ്ട്. അപ്പോൾ ഈ മോൾട്ടൺ മെറ്റൽ ഈ ഹോളിൽ കൂടെ താഴോട്ട് ഇങ്ങനെ ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് വീണുകൊണ്ടിരിക്കും. ഇപ്പോൾ താഴെ എന്ന് പറഞ്ഞാൽ മറ്റൊരു വെസൽ വെച്ചിട്ടുണ്ട്, അതിൽ നിറച്ച് വാട്ടറും കാണും. അപ്പോൾ ഈ വെള്ളത്തിലോട്ടായിരിക്കും ഡ്രോപ്ലെറ്റ്സ് പോലെ നൂല് പോലെ അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ്സ് പോലെ ഈ മോൾട്ടൺ മെറ്റൽ താഴോട്ട് വീണുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വാട്ടറുമായിട്ട് ജോയിൻ ചെയ്ത് അപ്പം തന്നെ അത് സോൾഡിഫൈ ചെയ്ത് ഒരു പൗഡർ ഫോം എന്ന് തന്നെ പറയാനൊക്കത്തില്ല, ചെറിയ ചെറിയ ഗ്രാനുവൽസ് ആയിട്ട് ഇവിടെ താഴെ വന്ന് ഡെപ്പോസിറ്റ് ചെയ്യും. ആ ചെറിയ ചെറിയ ഗ്രാനുവൽസ് അത് തന്നെയാണ് പൗഡർ എന്ന രൂപത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡിനാണ് ഷോർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പം ഇതിലും മെറ്റലിനെ മെൽറ്റ് ചെയ്താണ് പൗഡർ ഫോമിലോട്ടാകുന്നത്. അതുകൊണ്ട് തന്നെ മെൽറ്റിംഗ് പോയിൻറ്റ് കുറഞ്ഞ മെറ്റീരിയൽസ് ഉപയോഗിച്ച് പൗഡർ ഉണ്ടാക്കിയെടുക്കാനാണ് ഈ ഷോർട്ടിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഷോർട്ടിങ്. പിന്നെ വരുന്നതാണ് ഇലക്ട്രോലൈറ്റിക് ഡിപ്പോസിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. നമ്മളിവിടെ പഠിക്കുന്ന പ്രോസസ്സുകളിൽ തന്നെ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇലക്ട്രോലൈറ്റിക് ഡിപ്പോസിഷൻ എന്ന് പറയുന്നത്. കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോസസ്സാണ്, പക്ഷേ വളരെ ഹൈ പ്യൂരിറ്റി ഉള്ള മെറ്റൽ പൗഡർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ഈ ഇലക്ട്രോലൈറ്റിക് ഡിപ്പോസിഷൻ എന്ന് പറയുന്നത്. വളരെ ഹൈ പ്യൂരിറ്റിയിൽ നമുക്ക് മെറ്റൽ പൗഡേഴ്സ് കിട്ടും. മാത്രമല്ല ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സും ഈ ഇലക്ട്രോലൈറ്റിക് ഡിപ്പോസിഷൻ എന്ന് പറയാം. അപ്പം വളരെ ഹൈ പ്രിസിഷൻ, ഹൈ ആക്യുറസി, ഹൈ പ്യൂരിറ്റി, ഹൈ ക്വാളിറ്റി വേണ്ട സ്ഥലത്ത് മാത്രമേ സത്യം പറഞ്ഞാൽ ഈ ഇലക്ട്രോലൈറ്റിക് ഡിപ്പോസിഷൻ യൂസ് ചെയ്യാറുള്ളൂ. കാരണം വളരെ ഹൈ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സാണ് ഇതിൽ മെറ്റൽ പൗഡർ ഉണ്ടാക്കാനുള്ള
പ്രോസസ്സ് എന്ന് പറയുന്നത്. വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇതിൽ മെറ്റൽ പൗഡർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ വളരെ ഹൈ പ്യൂരിറ്റിയിലായിരിക്കും നമുക്ക് പൗഡർ കിട്ടുന്നത്. ഇതിൽ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇലക്ട്രോലൈറ്റിക് പ്രോസസ്സ് പോലെ തന്നെ, ഇലക്ട്രോളിസിസ് പ്രോസസ്സ് പോലെ തന്നെ 2 ഇലക്ട്രോഡ്സ് കാണും. അതിൽ പോസിറ്റീവും കാണും, നെഗറ്റീവും കാണും. പോസിറ്റീവിനെ ആനോഡെന്ന്, നെഗറ്റീവിനെ കാഥോഡ് എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ ഇത് ഒരു നേരെ കണക്ഷൻ DC പവർ സോഴ്സിലോട്ടോ അല്ലെങ്കിൽ ബാറ്ററിയിലോട്ടോ കണക്ഷൻ പോയിരിക്കും. അപ്പം സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യും. അതെല്ലാം നോർമലായിട്ട് പോലെ തന്നെ ഇത് ഇലക്ട്രോലൈറ്റ് ആയിരിക്കും ഈ ലിക്വിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്ത് മെറ്റലിൻ്റെ പൗഡറാണോ ഉണ്ടാക്കേണ്ടത് ആ മെറ്റലിനെ നമ്മൾ ആനോഡാക്കി മാറ്റും. ഇപ്പം അയണിൻ്റെ പ്യൂറസ്റ്റ് ഫോമിലുള്ള അയണിൻ്റെ പൗഡറാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെങ്കിൽ അയണിനെ ആയിരിക്കും നമ്മൾ ആനോഡായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഇവിടെ നടക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ ആനോഡിൽ നിന്നായിരിക്കും മെറ്റീരിയൽ വന്ന് കാഥോഡിൽ ഡിപ്പോസിറ്റ് ആവുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ബേസിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഇലക്ട്രോപ്ലേറ്റിങ്ങിലൊക്കെ ഉപയോഗിക്കുന്ന അതേ സിമിലർ ആയിട്ടുള്ള പ്രോസസ്സ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ആനോഡിൽ നിന്നായിരിക്കും മെറ്റീരിയൽ വന്ന് കാഥോഡിൽ വന്ന് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് മെറ്റലിൻ്റെ പൗഡറാണോ ഫോം ചെയ്യേണ്ടത് ആ മെറ്റലിനെ ആയിരിക്കും നമ്മൾ ആനോഡായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് കാഥോഡിലോട്ട് മെറ്റീരിയൽ വന്ന് ഡിപ്പോസിറ്റ് ചെയ്യും. ഈ ഡിപ്പോസിറ്റ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു സ്പോഞ്ച് രൂപത്തിലുള്ള അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഡിപ്പോസിഷൻ ആയിരിക്കും ഇതിലുള്ളത്. അപ്പോൾ ഒരുപാട് നേരം വെച്ചിരിക്കുമ്പോഴേക്കും ആനോഡിൽ നിന്ന് ചെറിയ പാർട്ടിക്കിൾസ് വന്ന് കാഥോഡിൽ വന്ന് ഡിപ്പോസിറ്റ് ആവും. ഈ ഡിപ്പോസിറ്റ് ആവുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്പോഞ്ച് രൂപത്തിലുള്ള അങ്ങനെ ഒരു പാർട്ടിക്കിളായിട്ടായിരിക്കും ഡിപ്പോസിറ്റ് ആവുന്നത്. അതിനുശേഷം ഡിപ്പോസിറ്റ് ആയതിനു ശേഷം നമ്മൾ ഈ കാഥോഡിനെ പുറത്തെടുത്ത് ആ സ്പോഞ്ച് അതിനെ സെപ്പറേറ്റ് ചെയ്ത് അതിനെ പിന്നെ പൗഡർ ഫോമിലോട്ട് ഈസി ആയിട്ട് മാറ്റി എടുക്കാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ പൗഡർ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ഹൈ പ്യുവറായിട്ടുള്ള പൗഡറായിരിക്കും ഇതിലുണ്ടാക്കുന്നത്. വേറെ ഇമ്പ്യൂരിറ്റീസ് ഒന്നും കാണത്തില്ല. കാരണം ഇലക്ട്രോഡിൽ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ പോലും അത് ഇങ്ങനെ മെൽറ്റായി ഇവിടെ ഒന്നും ഡിപ്പോസിറ്റ് ആവത്തില്ല. ആക്ച്വലായിട്ടുള്ള മെറ്റൽ മാത്രമേ ഇങ്ങനെ ഡിപ്പോസിറ്റ് ആവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഹൈ പ്യൂരിറ്റി ഇതിനുണ്ടായിരിക്കും. അപ്പോൾ ഒരു സ്പോഞ്ച് രൂപത്തിലുള്ള ഒരു ഫോമായിട്ടായിരിക്കും ഇവിടെ ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അത് ഈ കാഥോഡിനെ പുറത്തെടുത്തതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് പിന്നെ മെറ്റൽ പൗഡറായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഇലക്ട്രോലൈറ്റിക് ഡിപ്പോസിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഇത് വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സാണ്, വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോസസ്സാണ്, പക്ഷേ ഹൈ പ്യൂരിറ്റി ഉള്ള പ്രോസസ്സും ആണെന്ന് പറയാം. അപ്പോൾ ഇതാണ് ഒരു പ്രോസസ്സ്. പിന്നെ അവസാനത്തെ ഒരു പ്രോസസ്സാണ് റിഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഇത് സാധാരണ ഈ വലിയ പ്ലാന്റുകളിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പ്ലാന്റുകളിലൊക്കെ മെറ്റൽ പൗഡേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് റിഡക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്ത് മെറ്റലിൻ്റെ പൗഡറാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ആ മെറ്റലിൻ്റെ ഓക്സൈഡിൽ നിന്നായിരിക്കും മെറ്റൽ പൗഡർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പം അയണിൻ്റെ പൗഡറാണ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അയൺ ഓക്സൈഡിൽ നിന്നായിരിക്കും ആ പൗഡർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എന്ത് മെറ്റലിൻ്റെ പൗഡറാണോ ഉണ്ടാക്കേണ്ടത് അതിൻ്റെ ഓക്സൈഡ് നമ്മൾ റെഡ്യൂസിങ് ഗ്യാസിൻ്റെ അകത്തുകൂടെ അതിനെ കടത്തിവിടും. അപ്പോൾ ഈ മെറ്റൽ റെഡ്യൂസിങ് ഗ്യാസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഹൈ ടെമ്പറേച്ചറിൽ തന്നെയായിരിക്കും ഈ റെഡ്യൂസിങ് ഗ്യാസ് വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ എന്ത് മെറ്റലിൻ്റെയാണ് പൗഡർ ഉണ്ടാക്കേണ്ടത് ആ മെറ്റലിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റിനെക്കാളും കുറഞ്ഞ ടെമ്പറേച്ചറിലായിരിക്കും ഈ റെഡ്യൂസിങ് ഗ്യാസ് കടത്തിവിടുന്നത്. അപ്പോൾ ഈ റെഡ്യൂസിങ് ഗ്യാസിൻ്റെ അകത്തുകൂടെ ഈ മെറ്റൽ ഓക്സൈഡ് കടത്തിവിടുമ്പോഴേക്കും അതുമായിട്ട് ഈ ഗ്യാസുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാവുകയും, അതായത് റിഡക്ഷൻ സംഭവിക്കുകയും അതിൽ നിന്ന് ഈ മെറ്റൽ ഓക്സൈഡിൽ നിന്ന് ഈ പർട്ടിക്കുലർ മെറ്റൽ സെപ്പറേറ്റായി ഒരു സ്പോഞ്ച് രൂപത്തിൽ അവിടെ ഡിപ്പോസിറ്റ് ആവുകയും ചെയ്യും. എന്നിട്ട് ആ സ്പോഞ്ച് രൂപത്തിൽ ഡിപ്പോസിറ്റ് ആവുന്നതിൽ നിന്ന് നമുക്ക് പൗഡർ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ മെറ്റൽ ഓക്സൈഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം അയണാണ് അയണിൻ്റെ പൗഡറാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അയൺ ഓക്സൈഡാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പം ഇനി സിങ്കിൻ്റെ പൗഡറാണ് നമുക്ക് ഉണ്ടാക്കേണ്ടതെങ്കിൽ സിങ്ക് ഓക്സൈഡ് ആയിരിക്കും നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പം അയൺ ഓക്സൈഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ റെഡ്യൂസിങ് ഗ്യാസ് ആയിട്ട് ഉപയോഗിക്കുന്ന മിക്കവാറും ഹൈഡ്രജൻ ആയിരിക്കും. എന്നാൽ മാത്രമേ ഈ മെറ്റൽ ഓക്സൈഡ്, അതായത് അയൺ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് റിഡക്ഷൻ സംഭവിച്ച് അതിൽ നിന്ന് അയണിനെ സെപ്പറേറ്റ് ചെയ്ത് ഡിപ്പോസിറ്റ് ആവുകയുള്ളൂ. അപ്പോൾ അത് ഏത് മെറ്റലിൻ്റെ പൗഡറാണ് ഉണ്ടാക്കുന്നത് അതിന് ബേസ് ചെയ്ത് റെഡ്യൂസിങ് ഗ്യാസൊക്കെ വേരിയേഷൻ വരും. അപ്പം ഇങ്ങനെ മെറ്റൽ ഓക്സൈഡിൽ നിന്ന് എന്തെങ്കിലും പർട്ടിക്കുലർ ഓക്സൈഡിൽ നിന്ന് ആ മെറ്റലിൻ്റെ പൗഡർ ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു ഫോമിനെയാണ്, ആ ഒരു മെത്തേഡിനാണ് റിഡക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വലിയ പ്ലാന്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പ്ലാന്റിൽ മെറ്റൽ പൗഡേഴ്സ്, വളരെ പ്യൂറസ്റ്റ് ഫോമിലുള്ള മെറ്റൽ പൗഡേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഫിഗർ ഇല്ല, ഇതിൻ്റെ എക്സ്പ്ലനേഷൻ മാത്രമേ ഉള്ളൂ. 2-3 സെൻറ്റൻസിൽ ഈ ഒരു സംഭവം നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം 10 മാർക്സിൻ്റെ ഒറ്റ ക്വസ്റ്റ്യനായിട്ടായിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത്. അറ്റോമൈസേഷൻ, ഷോർട്ടിങ്, ക്രഷിങ്, ഇലക്ട്രോണിക് ഡിപ്പോസിറ്റ്, റിഡക്ഷൻ എന്നീ മെത്തേഡ്സ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മെറ്റൽ പൗഡേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ പൗഡർ മെറ്റലർജിക്ക് വേണ്ടിയുള്ള മെറ്റൽ പൗഡേഴ്സ് മാനുഫാക്ചർ ചെയ്ത് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ചെയ്ത് എടുക്കുന്നത് ഇങ്ങനത്തെ മെത്തേഡ്സിലൂടെയാണ്. അപ്പം ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡൈ കോമ്പാക്റ്റിംഗ് മെത്തേഡ്സിനെ പറ്റി നമുക്ക് പഠിക്കാം. താങ്ക് യു.